إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനിൽ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു ഇതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാനായ ഇമാം തിർമിദി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ചിട്ടുള്ള ഉബൈദുല്ലാഹ് ഇബ്നു മെഹ്സൻ അൽ ഖത്മി എന്ന പേരുള്ള മഹാനായ സ്വഹാബി നമ്മെ കേൾപ്പിച്ച പ്രസിദ്ധമായ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ടായി, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ ബിഹദാഫീരിഹാ. ഉബൈദ് ഇബ്നു മെഹ്സൻ അൽ ഖത്മി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി, നിങ്ങളിൽ ആരാണോ തന്റെ വീട്ടിൽ, തന്റെ നാട്ടിൽ, തന്റെ കുടുംബത്തിനും വേണ്ടപ്പെട്ടവർക്കുമിടയിൽ സുരക്ഷിതനായി, മുആഫൻ ഫീ ജസദിഹി, ആരോഗ്യമുള്ളവനായി, സൗഖ്യമുള്ളവനായി പ്രഭാതമുണരുന്നത്, ഇൻദഹു ഖൂതു യൗമിഹി, അവന്റെ പക്കൽ അന്ന് തനിക്കും കുടുംബത്തിനും ആവശ്യമായ ഭക്ഷണവും ഉപജീവനവും ഉള്ളത്, ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ ബിഹദാഫീരിഹാ, അവൻ ദുനിയാവ് അതിന്റെ നാനാഭാഗത്തു നിന്നും സ്വരുക്കൂട്ടിയവനെ പോലെയാണ്, ദുനിയാവ് മുഴുവൻ വെട്ടിപ്പിടിച്ചവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഭൗതിക ലോകത്ത് ദുനിയാവിൽ നൽകിയ എണ്ണമറ്റ അനുഗ്രഹങ്ങളിൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത ഐഹികവും പാരത്രികവുമായ നന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശിഷ്യ ഈ ഹലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന 4 അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ഹദീസിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്ബഹ മിൻകും, നിങ്ങളിൽ ആരെങ്കിലും പ്രഭാതത്തെ പുൽകിയാൽ, നേരം വെളുത്താൽ,
സഹോദരങ്ങളെ, എത്ര ദിനരാത്രങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പിന്നിട്ടത്? എത്ര വർഷങ്ങൾ, എത്ര മാസങ്ങൾ, എത്ര ആഴ്ചകൾ. ഓരോ ദിവസവും രാത്രി കഴിഞ്ഞ് പ്രഭാതത്തെ പുൽകുമ്പോൾ നമ്മൾ ഈ നിഅമത്തിനെ തിരിച്ചറിയണം. നേരം വെളുക്കുമ്പോൾ നമ്മൾ ജീവനോടെ ബാക്കിയാകുന്നത് വലിയ അനുഗ്രഹമാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. കാരണം ഒരു ദിവസം ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു മുസ്ലിമൻ അല്ലാഹുവിനോട് ദുആ ചെയ്തവന്റെ നാമത്തിലാണ് ഉറങ്ങുന്നത്. ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യാ, അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഇതാ ഞാൻ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. അത് നമുക്കറിയാം, ഉറക്കമെന്നത് ലഘുവായ മരണമാണ്. തനതായ മരണത്തിലേക്ക് നമ്മെ എന്നും ശ്രദ്ധ ക്ഷണിക്കുന്ന, ഓർമ്മപ്പെടുത്തുന്ന ലഘുവായ മരണം. ഓരോ മനുഷ്യനും ഒരു ദിവസത്തിന്റെ അന്ത്യത്തിൽ ഉറക്കത്തിലേക്ക്, ശയ്യയിലേക്ക് വിരാമം കൊള്ളുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹിനെ വേർപെടുത്തുന്നു. പിറ്റേന്ന് നേരം പുലരാൻ നമുക്ക് സൗഭാഗ്യമുണ്ടെങ്കിൽ, നമ്മുടെ ആയുസ് അല്ലാഹു നീട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ, അതെ, നമ്മുടെ റൂഹ്, നമ്മുടെ ആത്മാവ് ശരീരത്തിലേക്ക് തിരിച്ചു വരുന്നു ഒരു ലഘുവായ മരണത്തിന് ശേഷം. അതുകൊണ്ട് പ്രഭാതമുണരുമ്പോൾ മുഅ്മിൻ ദുആ ചെയ്യുന്നു, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹി നുശൂർ. എന്നെ ജീവിപ്പിച്ചതിന് ശേഷം മരിപ്പിച്ചവനായ അവനിലേക്ക് തന്നെ മടക്കമാകുന്ന ആ റബ്ബിനാകുന്നു സർവസ്തുതിയുമെന്ന് അല്ലാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ടാണ് ഒരു മുസ്ലിം ദിവസം ആരംഭിക്കുന്നത്. എന്തുകൊണ്ടാണ്? പ്രഭാതത്തെ പുൽകാൻ എനിക്ക് അല്ലാഹു ആയുസ് നീട്ടി നൽകി എന്ന മഹത്തായ അനുഗ്രഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം, ഒരു യഥാർത്ഥ മനുഷ്യൻ, നേർബുദ്ധിയുള്ളവൻ ഈ ലോകത്ത് നശിക്കുന്ന നശ്വരമായ നൈമിഷികമായ ഈ ദുനിയാവിൽ ഭാവിയിലേക്ക് ഒരുപാട് പ്രതീക്ഷകൾ നീട്ടിവെക്കുന്നവനല്ല. ഭാവിയെക്കുറിച്ച് അവന് നീണ്ട പ്രതീക്ഷകളില്ല. ദുനിയാവിൽ അവന്റെ ഭാവി എന്ന് പറഞ്ഞാൽ പരലോകമാണ്. അവന്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ പരലോകമാണ്. അതുകൊണ്ട് പരലോകത്തേക്കുള്ള പ്രതീക്ഷ വെട്ടിപ്പിടിക്കുന്നവനാണവൻ, പ്രതീക്ഷ കെട്ടിപ്പടുക്കുന്നവനാണവൻ. മഹാനായ ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ, ദുനിയാവിൽ ഇന്നലകൾക്ക് പ്രസക്തിയില്ല, അത് കഴിഞ്ഞുപോയി. നാളെ വരാനിരിക്കുന്നു എന്ന വ്യാമോഹവും വേണ്ടതില്ല. നീ നാളെ ബാക്കിയായേക്കുകയില്ല. പക്ഷേ ദുനിയാവെന്ന് പറഞ്ഞാൽ കേവലം ഇന്നുകൾ മാത്രമാണ്. അല്യവും, ഇന്നിനു വേണ്ടി നീ ദുനിയാവിൽ പണിയെടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ, സഹോദരങ്ങളെ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ അനുയായികൾ ഉപദേശിച്ചതുപോലെ, ഇദാ അസ്ബഹ്ത ഫലാ തൻതദിരിൽ മസാ, നീ നേരം പുലർന്നാൽ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കേണ്ടതില്ല. വഇദാ അംസൈത ഫലാ തൻതദിരി സ്വബാഹ്, നീ വൈകുന്നേരമായാൽ, പ്രദോഷത്തിലായാൽ പിറ്റേന്ന് നേരം പുലരുമെന്നും മോഹിക്കേണ്ടതില്ല. അതേ, ദുനിയാവിൽ നമ്മൾ അങ്ങനെയാണ് ജീവിക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അൽ മൗതു അദ്നാ മിൻ ഫിറാഖിന അലിഹി, മരണമെന്ന യാഥാർത്ഥ്യം ക്ഷണിക്കാതെ നമ്മിലേക്ക് ഓടിയെത്തുന്ന, നമ്മെ പെട്ടെന്ന് പിടികൂടുന്ന മരണമെന്ന യാഥാർത്ഥ്യം നമ്മൾ ധരിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ വാറിനേക്കാൾ നമ്മോടടുത്തതാണ് എന്ന ബോധ്യം ഓരോ ഉറക്കത്തിലും നമുക്കുണ്ടാകണം. ഓരോ ഉണർച്ചയിലും നമ്മെ അത് ഓർമ്മപ്പെടുത്തണം. മൻ അസ്ബഹ മിൻകും, ഇങ്ങനെ നിങ്ങളിലൊരാൾ പ്രഭാതമുണർന്നാൽ, ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എങ്ങനെ പ്രഭാതമുണർന്നാൽ, ആമിനൻ ഫീ സിർബി, തന്റെ സിർബിൽ നിർഭയനായി പ്രഭാതമുണർന്നാൽ. പണ്ഡിതന്മാർ പറയുന്നു, സിർബ് എന്ന് പറഞ്ഞാൽ തന്റെ കുടുംബത്തോടൊപ്പം, തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന, താൻ ചിലവിന് കൊടുക്കുന്ന തന്റെ ആശ്രിതരോടൊപ്പം, തന്റെ വീട്ടിൽ, അതല്ല അവൻ യാത്രയിലാണെങ്കിൽ തന്റെ യാത്രാമാർഗത്തിൽ, നാട്ടിലുള്ളവരാണെങ്കിൽ സ്വന്തം നാട്ടിൽ, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വീട്ടിലും നാട്ടിലും യാത്രയിലും കുടുംബത്തിലും വേണ്ടപ്പെട്ടവരിലും സുരക്ഷിതനായി അവൻ നേരം പുലരുന്നു, പ്രഭാതത്തെ പുൽകുന്നു, നിർഭയത്വത്തോടുകൂടി. ആരെയും പേടിക്കാനില്ല, ആരും കൊല്ലുമെന്ന ഭീഷണിയില്ല, തോക്കിൻ മുനകൾക്ക് മുമ്പിലല്ല, മിസൈലുകൾ പേമാരി വർഷം പോലെ പ്രവഹിക്കുന്ന യുദ്ധഭൂമിയിലല്ല. നിർഭയത്വം നഷ്ടപ്പെട്ട് അന്യന്റെ മുമ്പിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ഒരു നേരത്തെ അന്നത്തിന്റെ ഉരുളക്ക് വകയില്ലാതെ കേണപേക്ഷിക്കുന്ന നിന്ദതയിലല്ല,
യുദ്ധഭൂമിയിലല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തം ആരോഗ്യത്തിലും ഭവനത്തിലും കുടുംബത്തിലും വേണ്ടപ്പെട്ടവരിലും അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കപ്പെടാതെ, മാതാപിതാക്കൾ നഷ്ടപ്പെടാതെ, പിഞ്ചുകുഞ്ഞുങ്ങൾ അനാഥരാകാതെ, പ്രിയപ്പെട്ട സഹധർമ്മിണിമാരെ ഏകാന്തയാക്കി, വിധവകളാക്കി, ഭർത്താക്കന്മാർ മരിച്ചുപോകാതെ, പൊളിഞ്ഞുപോകാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭവനത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമ്പത്തിലും അഭിമാനത്തിലും ഒരു ദിവസം, ഒരൊറ്റ ദിവസം നമുക്ക് നിർഭയത്വം നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് ചർച്ച. ഒരുപാട് ദിവസങ്ങളല്ല, ആഴ്ചകളല്ല, മാസങ്ങളല്ല, വർഷമല്ല, ഒരു യുഗമല്ല, നൂറ്റാണ്ടല്ല, ഒരൊറ്റ ദിവസം. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബി, ഒരൊറ്റ ദിവസം നീ നിർഭയത്വത്തോടുകൂടി നിന്റെ വേണ്ടപ്പെട്ടവരോടൊപ്പം നിന്റെ സ്വന്തം ഭവനത്തിൽ നിർഭയനായി പ്രഭാതമുണർന്നാൽ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം എന്ന മഹത്തായ അനുഗ്രഹം നമുക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. ഇസ്ലാമിന് പ്രബലതയില്ലാത്ത, ദീനിന് സ്വാധീനമില്ലാത്ത, ഇസ്ലാമിന്റെ ശത്രുക്കൾ അവസരം തക്കം പാർത്തിരിക്കുന്ന പ്രതികൂലമായ ദീനിന്റെ സാഹചര്യത്തിലും ഇങ്ങനെയൊരു നാട്ടിൽ നമുക്ക് നമ്മുടെ ദീനനുസരിച്ച് ഒരു മുസ്ലിമിന്റെ ഇസ്സത്തോടെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ, അവന് മാത്രം കീഴൊതുങ്ങാൻ, അവന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കാൻ, അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിച്ച് ഇതാ ആഴ്ചകളിൽ, വെള്ളിയാഴ്ചകളിൽ മുസ്ലിമീങ്ങൾ സംഗമിക്കുന്ന ഈ സദസ്സിൽ അവർക്ക് തിരിയുന്ന മാതൃഭാഷയിൽ അവരോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക സ്വീകരിച്ച് ഉത്ബോധനം നൽകാൻ സ്വാതന്ത്ര്യവും നിർഭയത്വവും നൽകിയ ഈ അനുഗ്രഹം നമ്മൾ തിരിച്ചറിയണം. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലാഹുവിന്റെ വാഗ്ദാനമാണത്. ഈമാനുള്ളവർ, തൗഹീദ് സാക്ഷാത്കരിച്ചവർ, ആ ഈമാനിൽ ശിർക്ക് എന്ന ഏറ്റവും വലിയ അതിക്രമം, ബഹുദൈവാരാധന എന്ന ഏറ്റവും കൊടിയ തിന്മ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ആരാധനകളുടെ അംശം അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുന്ന മൺകൂനകൾക്കും മക്ബറകൾക്കും ജാറങ്ങൾക്കും വിഗ്രഹങ്ങൾക്കും വൃക്ഷങ്ങൾക്കും മരിച്ചുപോയവർക്കും പുണ്യാത്മകൾക്കും ആൾദൈവങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകേണ്ടുന്ന ആരാധനകൾ വകവെച്ചു കൊടുക്കുന്ന ശിർക്ക് എന്ന ദുൽമ്, കൊടിയാക്രമം, അത് കൂട്ടിക്കലർത്താത്തവർ, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വമുള്ളത്. ഉലൈക ഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവരാണ് ഹിദായത്തിലായിട്ടുള്ളവർ, അവരാണ് നേർമാർഗം പ്രാപിച്ചവർ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതു പ്രതിസന്ധി ഘട്ടത്തിലും, ഏതു പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലും, ഏതു പ്രതികൂല സാഹചര്യത്തിലും നിർഭയത്വം നമുക്ക് നിലനിൽക്കണമോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ നേർമാർഗത്തിൽ സഞ്ചരിക്കുന്നവരാകണമോ, തൗഹീദ് മുറുകെ പിടിക്കുക. ശിർക്കിന്റെ ലാഞ്ചന പോലും ജീവിതത്തിൽ വാക്കിലോ ചിന്തയിലോ പ്രവൃത്തിയിലോ സ്പർശിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. അല്ലാഹുവിന്റെ ഏകത്വം സാക്ഷാത്കരിക്കുക. എങ്കിൽ നിർഭയത്വം ലഭിക്കുമെന്നാണ് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. അല്ലാഹു പറഞ്ഞില്ലേ സൂറത്തുൻ നൂറിൽ, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്, നിങ്ങളിൽ നിന്ന് ഈമാനുള്ളവർ, തൗഹീദ് സാക്ഷാത്കരിക്കുന്നവർ. ഈമാനിന്റെ അടിത്തറയാണ് തൗഹീദ്. തൗഹീദ് സാക്ഷാത്കരിക്കാത്തവൻ ഈമാനില്ല. അതുകൊണ്ട് ഈമാൻ എവിടെ പറയുന്നു? ഖുർആനിലും സുന്നത്തിലും ഈമാൻ എന്ന സംജ്ഞ, ഈമാൻ എന്ന മഹത്തായ സാങ്കേതിക ശബ്ദം എവിടെയെല്ലാം പരാമർശിക്കപ്പെടുന്നു, തൗഹീദിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈമാനിന്റെ ചർച്ചയില്ല. അതുകൊണ്ട് ഈമാൻ എന്ന് എവിടെയെല്ലാം പറയപ്പെടുന്നു, തൗഹീദ് എന്ന് ഉടനടി നമ്മൾ പറയുന്നു. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് തൗഹീദ് സാക്ഷാത്കരിക്കുന്ന ഈമാൻ സമ്പന്നമാക്കിയവർ. വഅമിലുസ് സ്വാലിഹാത്ത്, അത് കേവലം വിശ്വാസമല്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഒതുക്കി വെക്കുന്ന വിശ്വാസം മാത്രമല്ല, കേവലം വിശ്വാസം മാത്രമല്ല, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ കൂടിയാണ് ഈമാൻ. വാക്കും പ്രവൃത്തിയും വിശ്വാസവും ഒരുപോലെ സമ്മേളിക്കുന്ന മഹത്തായ ഈമാൻ. വഅമിലുസ് സ്വാലിഹാത്ത്, ആ ഈമാനോടൊപ്പം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്, അല്ലാഹു പറയുന്നു, അവർക്ക് നാം ഭൂമിയിൽ പ്രാതിനിധ്യം നൽകും. കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുൻഗാമികൾക്ക് ഭൂമിയിൽ പ്രാതിനിധ്യവും അധികാരവും ഭരണവുമെല്ലാം നൽകിയതുപോലെ. വായിക്കൂ, നിങ്ങൾ ചരിത്രം വായിക്കൂ, നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്തിന്റെ ചരിത്രം വായിക്കൂ. നൂറ്റാണ്ടുകൾ മുസ്ലിമീങ്ങൾ ഭരിച്ച നാട്. ലോകത്തിന്റെ ചരിത്രം വായിക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലിന്റെ സഹാബത്തിലൂടെ, സലഫു സ്വാലിഹീങ്ങളിലൂടെ കിസ്റയും കൈസറും റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങളും
അടിയറവെക്കപ്പെട്ട മഹത്തായ ചരിത്രത്തിന്റെ സംഘലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട ഇസ്ലാമിന്റെ പ്രതാപത്തിന്റെ ചരിത്രത്തിന്റെ കാലഘട്ടം നിങ്ങൾ വായിക്കൂ. എന്തുകൊണ്ടത് സാധ്യമായി? ഈമാനും അമൽ സ്വാലിഹാത്തുകൾ കൊണ്ടുമല്ലാതെ ആയുധമായി, സായുധമായി, അംഗമായി, അംഗസംഖ്യയായി സംഘടിച്ചിട്ടാണോ? ഭൗതികമായ കോപ്പുകൾ ഒരുക്കിയിട്ടാണോ? ഒരിക്കലുമല്ല. ബദറിന്റെ വിജയത്തിന്റെ രഹസ്യം നിങ്ങൾ വായിക്കൂ. എന്തായിരുന്നു ഭൗതികമായ മാനദണ്ഡങ്ങൾ? ഏത് ഭൗതികമായ മാനദണ്ഡങ്ങൾ കൊണ്ട് വെച്ചളന്നാലാണ് ബദറിന്റെ വിജയത്തെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക? ഈമാനും ഇസ്ലാമും അമൽ സ്വാലിഹാത്തും കൊണ്ടല്ലാതെ. അങ്ങനെ ഈമാനും സൽക്കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവരുടെ മുൻകാലക്കാർക്ക് നൽകിയതുപോലെ ഭൂമിയിൽ അവർക്ക് പ്രാതിനിധ്യം നൽകും. വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതദാ ലഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൃപ്തിപ്പെട്ട് നൽകിയ ഈ പരിശുദ്ധമായ ദീൻ, അല്ലാഹുവിൽ സ്വീകാര്യമാകുന്ന ഒരേ ഒരു ദീൻ, സ്വർഗത്തിലേക്കുള്ള ഏകപാത, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാധീനവും പ്രബലതയും നൽകും. ദീനിനിവിടെ മറ്റേത് മതങ്ങളെക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രബലതയും സ്വാധീനവും നൽകും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. അവരുടെ ഭയപ്പാടിന് ശേഷം അല്ലാഹു അവർക്ക് നിർഭയത്വം നൽകും. യാ സുബ്ഹാനല്ലാഹ്. നിർഭയത്വം ആഗ്രഹിക്കുന്നവരെ, നഷ്ടപ്പെട്ട സമാധാനം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നവരെ, ലോക മുസ്ലിമീങ്ങളോട് നമുക്ക് പറയാനുള്ളത്, തൗഹീദിലേക്ക് നിങ്ങൾ തിരിച്ചു വരൂ, ഇസ്ലാമിലേക്ക് സമ്പൂർണ്ണമായി തിരിച്ചു വരൂ, അമൽ സ്വാലിഹാത്തുകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം ധന്യമാക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നഷ്ടപ്പെട്ട നിർഭയത്വം നിങ്ങൾക്ക് തിരിച്ചു നൽകും. നിങ്ങളുടെ ഭയപ്പാടിന് ശേഷം അല്ലാഹുവിന്റെ വാഗ്ദാനമാണിത്. യഅ്ബുദൂനനി വലാ യുശ്രികൂന ബി ശൈആ. അവസാനം ഈ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു ഒന്നുകൂടി അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് പറയുന്നു, അവർ എന്നെയായിരിക്കണം ഇബാദത്ത് ചെയ്യുന്നത്, എന്നോടും മാത്രം. ലാ യുശ്രികൂന ബി ശൈആ. എന്നോടുള്ള ആരാധനയിൽ, ഇബാദത്തിൽ ഒന്നിനെയും, ഒരാളെയും, ഒരു വസ്തുവിനെയും, ഒരു ശക്തിയെയും, ഒരു വ്യക്തിയെയും പങ്കു ചേർക്കാത്തവരായിരിക്കണം അവർ. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വവും അധികാരവും ഭൂമിയിൽ അവർക്ക് പ്രാതിനിധ്യവും വിജയവും പ്രതാപവും അന്തസ്സും നൽകും എന്ന അല്ലാഹുവിന്റെ വാഗ്ദാനം. വമൻ കഫറ ബഅദ ദാലിക. ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അതിനുശേഷം നിഷേധത്തിലായവർ, ധിക്കാരത്തിലാണ്ടവർ, അനിസ്ലാമികതകളിലേക്ക് ചേക്കേറുന്നവർ, ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. അവർ തന്നെയാണ് ധിക്കാരികളും അധർമ്മകാരികളുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് കാണാം സഹോദരങ്ങളെ, ഫിലിസ്തീനിലെ നമ്മുടെ സഹോദരങ്ങളിലേക്ക് നോക്കൂ. അവിടുത്തെ പിഞ്ചു കുട്ടികളുടെ ഹൃത്തടങ്ങളിൽ നിന്ന് നാവിലൂടെ തുളുമ്പുന്ന നിർഭയത്വത്തിന്റെയും പ്രതീക്ഷയുടെയും വാക്കുകൾ നിങ്ങൾ നോക്കൂ. ബോംബുകൾ വർഷിക്കപ്പെടുമ്പോൾ, യുദ്ധഭീതി മുഴങ്ങുമ്പോൾ, മിസൈലുകൾ അവരുടെ കാതുകൾ തകർത്തു കളയുമ്പോൾ, സ്വന്തം മക്കളെ ചേർത്ത് പിടിച്ച് മാറോടണച്ച് ഉമ്മമാർ അവരെ കൊണ്ടുരുവിടെത്തിക്കുന്നു. ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ. അല്ലാഹുണ്ട്, നമുക്ക് അവൻ മാത്രം മതി, അവനാണ് ഭരമേൽപ്പിക്കാൻ ഏറ്റവും അർഹൻ. എവിടെ നിന്ന് വന്നു ഈ നിർഭയത്വത്തിന്റെ മനോഹരമായ തൗഹീദിന്റെ മന്ത്രധ്വനികൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് പ്രതിസന്ധി വേളയിലും ഈമാനുള്ളവർക്ക് ഇട്ടുകൊടുക്കുന്ന മഹത്തായ നിർഭയത്വം. പേടിയില്ല അവർക്ക്, ഭീതിയില്ല അവർക്ക്. ഇത്രമേൽ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാതെ പീഡിപ്പിക്കപ്പെട്ടിട്ടും ക്രൂശിക്കപ്പെട്ടിട്ടും അഭിമാനവും സ്വത്തും പിച്ചിച്ചീന്തപ്പെട്ടിട്ടും എല്ലാം തകർക്കപ്പെട്ടിട്ടും ഒരാളെങ്കിലും, അക്കൂട്ടത്തിൽ ഒരാളെങ്കിലും, ലോകമാധ്യമങ്ങൾ അവരെ കൊത്തിവലിക്കുന്നുണ്ടല്ലോ പലരും, ഒരാളെങ്കിലും, ഒരു കുഞ്ഞെങ്കിലും ആത്മഹത്യ ചെയ്തതായി നിങ്ങൾക്കറിയുമോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എവിടെ നിന്ന് കിട്ടിയ പ്രതീക്ഷ? ആര് നൽകിയ അവരുടെ ഹൃദയത്തിൽ ഈ മഹത്തായ പ്രതീക്ഷയുടെ കിരണങ്ങൾ? അല്ലാഹു പറഞ്ഞ വാക്കാണത്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതെ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അല്ലാഹുവിന്റെ ഈമാൻ, അല്ലാഹുവിനുള്ള ഈമാൻ, പരലോകത്തെക്കുറിച്ചുള്ള ഈമാൻ, സ്വർഗത്തിലുള്ള പ്രതീക്ഷ, നരകത്തെ തൊട്ടുള്ള പേടി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ മുറുകെ പിടിക്കാനുള്ള അന്തസ്സ്, ഇതുള്ള അല്ലാഹുവിന്റെ ഔലിയാക്കൾ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് പേടിയില്ല കൂട്ടരെ. വലാ ഹും യഹ്സനൂൻ. അവർ ദുഃഖിക്കുകയുമില്ല. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയില്ല. ഭാവിയിൽ വരാനിരിക്കുന്നതിനെ കുറിച്ച് അവർക്ക് പേടിയില്ല. മരിക്കാത്ത സ്വർഗലോകത്തെ സുഖങ്ങളാണ് അവരുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷ നീട്ടിവെച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം. മരണത്തെ മുന്നിൽ കൊണ്ടുള്ള ജീവിതം, തീയിൽ കൊരുത്തത് വെയിലത്ത് വാടാത്ത ജീവിതം, പൊന്നുരക്കുന്നത് പോലെ സ്ഫുടം ചെയ്യപ്പെട്ട ഈമാനിന്റെ അലങ്കാരം കൊണ്ട് സമ്പന്നമാക്കപ്പെട്ട ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മുസ്ലിമീങ്ങൾക്കും
ഈ മഹത്തായ ഈമാനിന്റെ കരുത്ത് പകർന്നു നൽകുമാറാകട്ടെ. അല്ലദീന ആമനു, അവർ ഈമാനുള്ളവരാണ്. വകാനു യത്തഖൂൻ, അവർ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരാണ്. അല്ലാഹു ഹറാമാക്കിയത് സകലതും സൂക്ഷിക്കുന്നവർ, കാലാകാലം ജീവിതത്തിൽ അകറ്റി നിർത്തുന്നവർ, അല്ലാഹു നിർബന്ധമാക്കിയത് മരണം വരെ മുറുകെ പിടിക്കുന്നവർ. വകാനു യത്തഖൂൻ ലഹുമുൽ ബുശ്റ, അവർക്കാണ് സന്തോഷ വാർത്തയുള്ളത്. ദുനിയാവിൽ അല്പകാലം, അല്ലാഹു വിധിച്ച ആയുസ്സിൽ എന്തു നഷ്ടപ്പെട്ടാലും, എന്തു തിരിച്ചടികൾ ഉണ്ടായാലും, എന്തു പ്രതിസന്ധികളുടെ തീച്ചൂളയിൽ ജീവിതം ഹനിക്കപ്പെട്ടാലും ലഹുമുൽ ബുശ്റ, അവർക്ക് സന്തോഷ വാർത്തയുണ്ട്. റബ്ബിന്റെ സന്തോഷ വാർത്ത, സ്വർഗമെന്ന മഹാസന്തോഷ വാർത്ത. ലഹുമുൽ ബുശ്റ ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ അങ്ങനെ ഹോമിക്കപ്പെട്ട് മരണത്തെ മുഖാമുഖം കാണേണ്ടി വന്നാലും, മരണം വരിക്കേണ്ടി വന്നാലും അവർക്ക് ഷഹാദത്തുണ്ട്, അവർക്ക് രക്തസാക്ഷിത്വമുണ്ട്. ദുനിയാവിലും വഫിൽ ആഖിറ, നാളെ ആഖിറത്തിലും അവർക്ക് സന്തോഷ വാർത്തയാണ്. ലാ തബ്ദീല ലികലിമാത്തില്ലാഹ്, ലാ തബ്ദീല ലികലിമാത്തില്ലാഹ്. അല്ലാഹുവിന്റെ വാചകങ്ങൾ, അവന്റെ വാക്കുകൾ മാറ്റുന്നവനല്ല. അവന്റെ വാഗ്ദത്തവും വാഗ്ദാനങ്ങളും അലംഘനീയമാണ്, ഒരിക്കലും മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമല്ല. ദാലിക ഹുവൽ ഫൗസുൽ അലീം, അതാണ് മഹത്തായ വിജയം, അതാണ് ഏറ്റവും മഹത്തായ വിജയം, അതാണ് ഏറ്റവും സമ്പന്നമായ വിജയമെന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ നിർഭയത്വത്തിലായി ഒരു ദിവസം നേരം പുലരുന്നവർ. മുആഫൻ ഫി ബദനി, മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ ശരീരത്തിൽ മുആഫൻ ഫി ജസദി, ആരോഗ്യവും സൗഖ്യവും കണ്ടെത്തുന്നവൻ. സഹോദരങ്ങളെ, ആരോഗ്യമെന്നത്, സൗഖ്യമെന്നത് മഹത്തായ നിഅമത്താണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് അല്ലാഹുവിനോട് പ്രത്യേകം ചോദിക്കാൻ പഠിപ്പിച്ച മഹത്തായ നിഅമത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉമ്മത്തിനെ പഠിപ്പിച്ച എന്നും രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകളിൽ, ദുആകളിൽ അവിടുന്ന് പ്രത്യേകം വിടാതെ മുറുകെ പിടിക്കാൻ നമ്മെ ഓർമ്മിപ്പിച്ച, അവിടുന്ന് മാതൃകാ പ്രാർത്ഥനയായി കാണിച്ചു തന്ന മഹത്തായ ദുആയിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത ഫി ദുനിയ വൽ ആഖിറ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നീ സൗഖ്യം നൽകണമേ. നിന്നോട് ഞാൻ സൗഖ്യത്തെ ചോദിക്കുന്നു, ആരോഗ്യത്തെ ചോദിക്കുന്നു, ധന്യതയെ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി. അല്ലാഹുവേ, എന്റെ ദീനിലും എന്റെ ദുനിയാവിലും എന്റെ കുടുംബത്തിലും എന്റെ സമ്പത്തിലും നീ സൗഖ്യവും അതുപോലെ തന്നെ ആരോഗ്യവും നൽകണമേ. നീ എനിക്ക് മാപ്പ് നൽകണമേ. നിന്നോട് ഞാൻ കേഴുന്നു റബ്ബേ എന്ന ചോദ്യം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും രാവിലെയും വൈകുന്നേരവുമുള്ള ദുആകൾ, ദിക്റുകൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. എത്ര പേർ ഈ അനുഗ്രഹത്തെ തിരിച്ചറിഞ്ഞ് ഈ ദുആകൾ വിടാതെ മുറുകെ പിടിക്കാറുണ്ട്? സഹോദരങ്ങളെ, അല്ലാഹു നൽകിയ അനുഗ്രഹത്തിന്റെ വില തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമുക്കത് സാധിക്കാത്തത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അവിടുത്തെ മിമ്പറിൽ കയറി ഇതുപോലെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംസാരിക്കാൻ ഒരുങ്ങുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മകൾ തികട്ടി വന്നു. അവിടുന്ന് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്ന ആദ്യ വർഷം, മദീനയിൽ ആദ്യ വർഷം ഇതുപോലെ മിമ്പറിൽ കയറി സുമ്മ ബകാ, അവിടുന്ന് കരയുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, സല്ലല്ലാഹു അഫ്വ വൽ ആഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് മാപ്പും സൗഖ്യവും ചോദിക്കുക. ഫഇന്ന അഹദൻ ലം യുഅത ബഅദൽ യഖീനി ഖൈറൻ മിനൽ ആഫിയ. നിങ്ങളിൽ ഒരാളും ഈമാനുള്ള സ്ഥൈര്യത്തിന് ശേഷം, ഈമാനിലുള്ള ഉറപ്പിന് ശേഷം ആഫിയത്തിനേക്കാൾ, സൗഖ്യത്തെക്കാൾ, ആരോഗ്യത്തെക്കാൾ ഖൈറായ മറ്റൊരു അനുഗ്രഹവും അവന് നൽകപ്പെടുന്നില്ല. ഈമാനിലെ അടിയുറച്ച സ്ഥൈര്യത്തിന് ശേഷം ഒരു മുസ്ലിമിന് ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ നിഅമത്താണ് ആഫിയത്ത്, ആരോഗ്യമെന്നത്. സഹോദരങ്ങളെ, ആരോഗ്യമില്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആരോഗ്യമില്ലെങ്കിൽ നമ്മുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ. നിർഭയത്വമില്ലെങ്കിൽ നമ്മുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ. ധനികനായിരിക്കാം, വലിയ സ്ഥാനീയനായിരിക്കാം, കഴിക്കുന്ന ഭക്ഷണത്തിന് അവന് രുചിയറിയുകയില്ല. ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ ആസ്വാദനം അവന് മനം തൊട്ട് ആസ്വദിക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി, അല്ലാഹുവിനു വേണ്ടി ഇഖ്ലാസോടുകൂടി, ഭയഭക്തിയോടുകൂടി, ആരോഗ്യ സമ്പൂർണനായി ഇബാദത്ത് ചെയ്യാൻ പോലും ഒരു പക്ഷേ അവന് സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരോഗ്യത്തിന്റെയും
ആഫിയത്തിന്റെ വില നമ്മൾ അറിയണം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മനുഷ്യരിൽ അധിക പേരും അശ്രദ്ധയിലാകുന്ന, വഞ്ചിതരാകുന്ന രണ്ട് അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് ആരോഗ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിഅമതാനി മഖ്ബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ്. ജനങ്ങളിൽ അധിക പേരും അവർ അശ്രദ്ധയിലാകുന്ന, വഞ്ചനയിലാകുന്ന രണ്ട് അനുഗ്രഹങ്ങൾ, അസ്സിഹ്ഹതു വൽ ഫറാ, ആരോഗ്യവും മുഴുസമയവും. എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരെ, യുവാക്കളെ, വിദ്യാർത്ഥികളെ, ആധുനിക കാലഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഉപ്പമാരുടെ, നിങ്ങളുടെ പൂർവ്വപിതാക്കളുടെ, നിങ്ങളുടെ പിതാമഹന്മാരുടെ, വല്യപ്പമാരുടെ കാലത്തെ ചരിത്രമൊന്ന് അവരോട് ചോദിച്ചു നോക്കുക. പട്ടിണി അറിഞ്ഞ ഒരു ദിവസം നമുക്കുണ്ടായിട്ടുണ്ടോ? പൈസയില്ലാതെ, അരിക്കായില്ലാതെ, ഒരു നേരത്തെ ചോറ് വെക്കാൻ അടുപ്പ് പുകയാത്ത കാലഘട്ടത്തിൽ ജീവിച്ചവർ ഇന്നുമുണ്ട്. ചോർന്നൊലിക്കുന്ന വീടുകളിൽ, വൈദ്യുതിയില്ലാത്ത വീടുകളിൽ, അടുപ്പ് പുകയാത്ത വീടുകളിൽ താമസിച്ചവരുണ്ട്, ഇന്നുമുണ്ട്. ഇന്നത്തെ മക്കൾക്ക്, ആധുനിക കാലഘട്ടത്തിലെ കുട്ടികൾക്ക് പശിയുടെ വിലയറിയില്ല, പട്ടിണിയുടെ വിലയറിയില്ല, പൈസയുടെ വിലയറിയില്ല, ആരോഗ്യത്തിന്റെ വിലയറിയില്ല, സമ്പത്തിന്റെ വിലയറിയില്ല, ഒഴിവു സമയത്തിന്റെ വിലയറിയില്ല. ചെറുപ്പത്തിലെ പറക്കമുറ്റാത്ത പ്രായത്തിൽ പൂർവ്വപിതാക്കളിട്ടെ അനാഥരായിപ്പോയി അന്ന് നാട് കയറി. വിദേശത്തും അതല്ല നോർത്ത് ഇന്ത്യയിലുമെല്ലാം, ബോംബെയിലും മറ്റും ചോര നീരാക്കി വിയർപ്പൊഴുക്കി കെട്ടിപ്പടുത്ത ധവളക്കൊട്ടാരങ്ങളിൽ, ശീതീകരിച്ച മുറികളിൽ കിടന്നുറങ്ങുമ്പോൾ ഒഴിവ് സമയങ്ങളിൽ നമ്മുടെ വിരൽത്തുമ്പിൽ കാണാവുന്ന സകല വൃത്തികേടുകളും സ്മാർട്ട് ഫോണിലൂടെ, ഇന്റർനെറ്റിലൂടെ ആസ്വദിക്കുമ്പോൾ നമുക്ക് ഒഴിവ് സമയത്തിന്റെയും ആരോഗ്യത്തിന്റെയും വിലയറിയാതെ പോകുന്നു, വഞ്ചിതരായിക്കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സഹോദരങ്ങൾ ചോദ്യം ചെയ്യപ്പെടും, റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, 5 കാര്യങ്ങൾ വന്നെത്തുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. പലപ്പോഴും ഈ ഹദീസ് നമ്മൾ കേട്ടതാണ്. അതിലെ പ്രധാനപ്പെട്ട കാര്യം നിന്നെ രോഗം പിടികൂടുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യം ചോദ്യം ചെയ്യപ്പെടും. എന്തിൽ വിനിയോഗിച്ചു? ആരോഗ്യം എന്തിലാണ് തുളച്ചു കളഞ്ഞത്? ചോദ്യം ചെയ്യപ്പെടും. യുവത്വത്തെക്കുറിച്ച്, യുവത്വം എന്തിലാണ് ഒടുക്കിയത് എന്ന ചോദ്യം പ്രത്യേകമുണ്ടാകും. ആയുസിനെ പറ്റി വ്യാപകമായി ചോദ്യമുണ്ടാകും. സമ്പത്തിനെ പറ്റി ചോദ്യമുണ്ടാകും. എവിടെ നിന്ന് സമ്പാദിച്ചു, എന്തിൽ ചെലവഴിച്ചു? 2 ചോദ്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആഫിയത്തെന്ന, സൗഖ്യമെന്ന, ആരോഗ്യമെന്ന ഈ അനുഗ്രഹത്തെ നമ്മൾ മറന്നുകൂടാ, തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, ഈ ഹദീസിലെ അവസാനത്തെ വാചകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, من أصبح منكم آمنا في سربه معافا في جسده. ആരാണ് ഒരു ദിവസം ആരോഗ്യമുള്ളവനായി, നിർഭയത്വത്തിലായി ജീവിതത്തെ പുൽകുന്നത്? ഐൻദഹു ഖൂതു യൗമി, ആയുസ്സവന് നീട്ടി നൽകപ്പെട്ടു. ഒരു പ്രഭാതത്തിൽ കൂടി അവന് ജീവിതം വീണ്ടും ലഭിക്കപ്പെട്ടു. നിർഭയത്വത്തിൽ അവൻ വീണ്ടും അല്ലാഹുവിനാൽ കനിയപ്പെട്ടു. ജീവിതത്തിൽ സൗഖ്യവും ആരോഗ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകി. ഐൻദഹു ഖൂതു യൗമി, അതോടൊപ്പം അവന് അന്നന്നത്തെ അന്നം, ആ ദിവസം തനിക്കും തന്റെ കുടുംബത്തിനും ആവശ്യമായ ഭക്ഷണം, ഉപജീവനം അവൻ കണ്ടെത്തുകയും ചെയ്തു. പണ്ഡിതന്മാർ പറയുന്നു, ഖദ്റമാ യുഗ്ദീഹി വയുഷി, അന്ന് നേരം വെളുത്ത് വൈകുന്നേരമാകുമ്പോഴത്തേക്ക്, അന്ന് നേരം വെളുത്ത് വൈകുന്നേരം വരെ തനിക്കും തന്റെ കുടുംബത്തിനും ആവശ്യമുള്ള ഭക്ഷണം മാത്രമുണ്ട്. വഇൻദഹു ഖൂതു യൗമി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ ബിഹദാഫീരിഹാ,
ദുനിയാവ് നാനാഭാഗത്തു നിന്നും സ്വരുക്കൂട്ടിയവനെ പോലെ, ദുനിയാവ് മുഴുവൻ കൈയടക്കിയവനെ പോലെയാണവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, വിശപ്പ് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. വിശപ്പിൽ നിന്ന് പശിയടക്കാനുള്ള അന്നം അള്ളാഹു ഒരു ദിവസം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ നിഅമത്തിന്റെ വലുപ്പത്തെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖുറൈശികൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാഹു എടുത്തു പറഞ്ഞ ഖുറൈശ് എന്നു പേരുള്ള നമുക്കെല്ലാവർക്കും മനഃപാഠമായ സൂറത്തിൽ അള്ളാഹു ഖുറൈശികളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, ഈ കഅബ എന്ന മഹാഗേഹത്തിന്റെ ഉടമസ്ഥനായ റബ്ബിന് മാത്രം നിങ്ങൾ ആരാധനകൾ അർപ്പിക്കുക. അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്, ഭയപ്പാടിൽ നിന്ന് നിങ്ങൾക്ക് നിർഭയത്വം നൽകിയവൻ, പട്ടിണിയിൽ നിന്ന് നിങ്ങൾ കണ്ണം നൽകി വിശപ്പടക്കിയവൻ, അവനാണ് ആ റബ്ബ് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഖുറൈശികളെ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാവൽ തേടിയ വലിയ പരീക്ഷണമാണ് പട്ടിണി എന്നത്. ഞാൻ നടയെ സൂചിപ്പിച്ചുവല്ലോ, ആധുനിക തലമുറക്കറിയാത്ത, അതിന്റെ ഒരു ലാഞ്ചന പോലും ഏൽക്കാത്ത മഹത്തായ നിഅമത്ത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ദുആ ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജൂഇ ഫഇന്നഹു ബിഅസ ദജീഅ്. അല്ലാഹുവേ, പട്ടിണിയിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു റബ്ബേ, കാരണം അത് എത്ര നിന്ദ്യമായ അവസ്ഥയാണ്, എത്ര ഇടുങ്ങിയ ദുരിതപൂർണമായ അവസ്ഥയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതായി കാണാം. ഈ റസൂൽ ദുനിയാവിന് വേണ്ടി തേടിയതെന്താ? പലപ്പോഴും പട്ടിണിയും ദാരിദ്ര്യവും നമ്മുടെ കൺമുമ്പിൽ വെച്ചിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുനിയാവിന് വേണ്ടി ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ തേട്ടങ്ങൾക്കും നമ്മുടെ ആവശ്യങ്ങൾക്കും ദുനിയാവിൽ അറ്റമില്ലാതിരിക്കും. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ, പട്ടിണിയിൽ നിന്ന് കാവൽ തേടിയ റസൂൽ, ദുനിയാവിന് വേണ്ടി പട്ടിണി ഇല്ലാതിരിക്കാൻ ചോദിച്ചതെന്താണ്? ആ ചോദ്യവും മുസ്ലിം ഉമ്മത്തിന് പാഠമാണ്, പ്രസക്തമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ദുആ ഇതാണ് ദുനിയാവിന് വേണ്ടി: അല്ലാഹുമ്മ ജഅൽ റിസ്ക ആലി മുഹമ്മദിൻ ഖൂത. അല്ലാഹുവേ, മുഹമ്മദിന്റെ കുടുംബത്തിന് അന്നന്നത്തേക്കുള്ള അന്നത്തിന് വകതി നൽകണമേ റബ്ബേ. അന്നത്തെ കൂത്ത്, ആ ദിവസത്തെ ഭക്ഷണം, മതിയായ ഭക്ഷണം, അത് മാത്രം മതി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തേട്ടത്തിന്റെ ആകത്തുക. കൂടുതൽ ലഭിക്കേണ്ടതില്ല എന്നല്ല, പക്ഷേ ദുനിയാവിനോട് അവിടുന്ന് കാണിച്ച പ്രതിബദ്ധതയും കൂറും സമീപനവും ഇതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ വീടുകളിൽ മദീനയിലെത്തിയതിനു ശേഷം അടുപ്പ് പുകയാത്ത മാസങ്ങൾ ഉണ്ടായിരുന്നു. ശഅബ് അബീ ത്വാലിബിൽ ഒരു വർഷക്കാലം പച്ചവെള്ളവും പച്ചിലയും മാത്രം ഭക്ഷിച്ച് ആടും മാടും കാഷ്ടിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണി കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ലോകത്തിന്റെ നായകൻ, കാരുണ്യത്തിന്റെ ദൂതൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ ദുനിയാവിന്റെ വിശാലതയാണ്, അവിടുന്ന് ഈ ഉമ്മത്തിനുമേൽ ഭയപ്പെട്ട ദുനിയാവിന്റെ വിശാലതയാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പട്ടിണിയില്ല എങ്കിൽ, ആവശ്യത്തിന് ഭക്ഷണമുണ്ടെങ്കിൽ ഒരു മാസക്കാലത്തേക്ക്, അതല്ലെങ്കിൽ അതിലേറെ ഭക്ഷണ ഉൽപ്പന്നങ്ങളും അന്നപാനീയങ്ങളും സ്വരുക്കൂട്ടി വെക്കാൻ നമുക്ക് അല്ലാഹു നിഅമത്തുകൾ കനിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വില നമ്മൾ തിരിച്ചറിയണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. പക്ഷേ നമ്മുടെ അവസ്ഥ എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമ്മൾ വഞ്ചിതരാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്തതുപോലെ യഅരിഫൂന നിഅമത്തല്ലാഹി സുമ്മ യുൻകിറൂനഹാ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെല്ലാം ദിവസവും നമ്മൾ ആസ്വദിക്കുന്നു. ഈ 3 കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ ഹദീസിൽ പറഞ്ഞ 4 കാര്യങ്ങളും ഒരുപോലെ നഷ്ടപ്പെട്ടുകൊണ്ട് വീണ്ടും നമുക്ക് ഫിലസ്തീനിലേക്ക് തിരിഞ്ഞു നടക്കാം. അവിടുത്തെ കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്നു, വാർത്തകൾ വായിക്കുന്നു, ഊത്തം കൊള്ളുന്നു, രോഷം കൊള്ളുന്നു, അത് സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുന്നു, പങ്കുവെക്കുന്നു. പക്ഷെ നമുക്കെന്തു പാഠമാണത് സമ്മാനിച്ചത്? നമുക്കെന്ത് മാറ്റമാണത് ഉണ്ടാക്കിയത്? നമ്മുടെ ജീവിതത്തിൽ എന്തു തിരിച്ചറിവാണത് സമ്മാനിച്ചത്? ഈ 3 അനുഗ്രഹങ്ങളും ദുനിയാവിലെ രാജാക്കന്മാർ കൈയാളുന്നതിനേക്കാൾ, ദുനിയാവിന്റെ നാനാദിക്കുകളിലുമുള്ള സുഖ സൗകര്യങ്ങളിൽ, സമ്പത്തുകളിൽ ആറാടുന്നവരെക്കാൾ വിലപിടിപ്പുള്ള അമൂല്യമായ ഈ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എന്ത് ശുക്ർ ചെയ്തു, നമ്മൾ എന്ത് നന്ദി ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ചു നൽകുക തന്നെ ചെയ്യും. എന്നാൽ നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിലോ വഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ കഠിന കഠോരമായിരിക്കും, താങ്ങാൻ കഴിയുകയില്ല. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നൽകിയ ആയുസ്സിന്റെ, നിർഭയത്വത്തിന്റെ, ആരോഗ്യത്തിന്റെ, ധന്യതയുടെ
വിശപ്പടക്കാനുള്ള ഭക്ഷണത്തിന്റെ ഉപജീവനത്തിന്റെ വില തിരിച്ചറിയുക, അള്ളാഹുവിനോട് നന്ദി ചെയ്യുക. ഒരു ദിവസം നമ്മൾ അതനുഭവിച്ചുവെങ്കിൽ ദുനിയാവിലുള്ള സകലതും കൈയടക്കിയ രാജാക്കന്മാരെക്കാൾ നമ്മൾ ഉത്തമരാണ് എന്നാണ്. ചരിത്രത്തിൽ നിന്ന് ഒരു സംഭവം കൂടി കേൾപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം മുഹാജിറുകളിൽപ്പെട്ട ഒരു ദരിദ്രനായ വ്യക്തി വന്നു. അദ്ദേഹം ചോദിച്ചു, അലസ്നാ മിൻ ഫുഖറാഇൽ മുഹാജിരീൻ, നമ്മൾ മുഹാജിറുകൾപ്പെട്ട ഫഖീർമാരിൽപ്പെട്ടവരല്ലേ, ദരിദ്രരിൽപ്പെട്ടവരല്ലേ? അദ്ദേഹം ചോദിച്ചു, അലകം റഅതൻ തഅവി ഇലൈഹ, നിനക്ക് നിന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ ഇണയില്ലയോ, ഭാര്യയില്ലയോ വീട്ടിൽ? അദ്ദേഹം പറഞ്ഞു, അതെ. അലക മസ്കനുൻ തസ്കുനു, നിനക്ക് രാപ്പാർക്കാൻ ഒരു വീടില്ലയോ, അന്തിയുറങ്ങാൻ ഒരു ചെറ്റക്കൂരയില്ലയോ? അദ്ദേഹം പറഞ്ഞു, നഅം, അതെ. ഫഅൻത മിനൽ അഗ്നിയാ, നീ ധനികരിൽ ധനികനാണ്, നീ സമ്പന്നരിൽ സമ്പന്നരാണ്. അദ്ദേഹം പറയുകയാണ്. കൂട്ടത്തിൽ ആ മനുഷ്യൻ ആ തിരിച്ചറിവിന്റെ യാഥാർത്ഥ്യബോധത്തിൽ പറഞ്ഞു, അതിനുമപ്പുറത്ത് ഫഇന്ന ലീ ഖാദിമൻ, എന്നെ സഹായിക്കാൻ ഒരു സേവകൻ കൂടിയുണ്ട്. അത് അന്നത്തെ കാലഘട്ടത്തിൽ വലിയ പുത്തരിയൊന്നുമല്ല, അതിശയോക്തിയുള്ള കാര്യമല്ല. അന്നത്തെ കാലത്ത് ഖാദിമുണ്ടാകുക എന്നുള്ളത്. അദ്ദേഹം അതുകൂടി പറഞ്ഞു, ഖാല ഫഅൻത മിനൽ മുലൂക്, എങ്കിൽ രാജാക്കളിൽ രാജാവാണ് താങ്കൾ, രാജാക്കൾ പ്രഭുക്കൾ പ്രഭുവാണ് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഇതിന്റെ വെളിച്ചത്തിൽ നമ്മൾ ആരാണ് സഹോദരങ്ങളെ? രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ പ്രഭുക്കന്മാരോ? ദുനിയാവിൽ നമുക്ക് കിട്ടിയ ഈ നിഅമത്തുകളുടെ ആസ്വാദനത്തിന്റെ വിഹായത്തിൽ നമ്മൾ എത്ര കാലമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നും നമ്മൾ അങ്ങനെ ഉണർന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ആരാണ്? ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ വിലയിരുത്തുക. അള്ളാഹുവിനോട് നന്ദിയുള്ള യഥാർത്ഥ അടിമകളായി, യഥാർത്ഥ മുസ്ലിമായി, യഥാർത്ഥ മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ അള്ളാഹുവിനോട് തേടുക. കുടുംബത്തെ അതിനുവേണ്ടി തയ്യാറെടുപ്പിക്കുക. അവർക്ക് പാഠങ്ങൾ ഉത്ബോധനങ്ങൾ നൽകുക. ഒരുമിച്ച് അള്ളാഹുവിന്റെ ദീനിലായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാമ വൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ. اللهم انصر إخواننا المسلمين المستضعفين في فلسطين. اللهم انصر إخواننا في غزة. اللهم دمر أعداءهم. اللهم شتت شملهم. اللهم فرق جمعهم يا رب العالمين. اللهم اهلكهم. اللهم علهنهم. اللهم انصر يا إخواننا المسلمين في فلسطين يا رب العالمين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.